റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ബിജെപി നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ പെരിങ്ങമല സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേടെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഈടില്ലാതെ ലക്ഷങ്ങൾ വായ്പ നൽകിയതായാണ് കണ്ടെത്തൽ. 4,16,00,000 രൂപയുടെ ക്രമക്കേടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സഹകരണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. ക്രമക്കേടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണസമിതിക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘം പ്രതിസന്ധിയിലായതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ബിജെപി നേതാവ് എസ് സുരേഷ് രാജിവെച്ചിരുന്നു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഭരണസമിതി ഈ തുക തിരിച്ചടയ്ക്കുമോ എന്നതാണ് അറിയേണ്ട കാര്യം. പെരിങ്ങമല സഹകരണ സംഘത്തിലെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എസ് സുരേഷ് അടക്കം തനിക്കിതിൽ ബന്ധമില്ല എന്നുള്ള വിശദീകരണമൊക്കെ ഇന്നലെ നൽകുന്നത് കണ്ടിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സുജയ, പെരിങ്ങമല ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വലിയ തട്ടിപ്പ് നടന്ന സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. സഹകരണ വകുപ്പ് 65, 66 പ്രകാരമുള്ള എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കിയതാണ്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവിറക്കിയത്. ഏതാണ്ട് 4.16 കോടി രൂപയാണ് സഹകരണ സംഘത്തിന് നഷ്ടമായത്. അത് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും വേർതിരിച്ച് ഓരോ ഭരണസമിതി അംഗങ്ങളും ഓരോ തരത്തിലാണ് തുക നിശ്ചയിച്ചത്. അതിൽ എസ് സുരേഷിന് 43 ലക്ഷം രൂപയാണ് തിരിച്ചടക്കേണ്ടത്. ഇത് സംബന്ധിച്ച് നോട്ടീസ് എസ് സുരേഷിന് നൽകിയിരുന്നു. അന്ന് 3 മാസത്തെ സമയം എസ് സുരേഷ് വിശദീകരണത്തിനായി തേടി. അങ്ങനെ സഹകരണ വകുപ്പ് ആ സമയം അനുവദിച്ചിട്ടും വിശദീകരണം നൽകിയില്ല. അതേസമയം താൻ നേരത്തെ തന്നെ രാജിവെച്ചതാണെന്ന് പറയുമ്പോഴും 3.5 വർഷക്കാലം ഈ സഹകരണ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എസ് സുരേഷ്. ആ ഘട്ടത്തിൽ സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഈടില്ലാതെ പലർക്കും വായ്പ കൊടുത്തത്. അങ്ങനെ വായ്പയെടുത്ത ഭൂരിഭാഗം ആളുകളും പണം തിരിച്ചടച്ചില്ല. അതാണ് ഈ സഹകരണ സംഘത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ബിജെപിയുടെ നേതാവായ പത്മകുമാറാണ് ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. മറ്റ് ബിജെപി നേതാക്കളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ പണം തിരിച്ചുപിടിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് സഹകരണ വകുപ്പ്. ഏതായാലും മുഴുവൻ തുകയും തിരിച്ചുപിടിക്കേണ്ടി വരും. കാരണം ഭരണസമിതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഈ ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിനിടയിൽ കോടതിയെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ സമ്പാദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും വിശദീകരണം നൽകാൻ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടക്കം തയ്യാറായിട്ടില്ല. സഹകരണ വകുപ്പ് തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാൽ.